വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിൽ നിന്ന് ഇനി ലഹരി വസ്തുക്കൾ പിടിക്കപ്പെട്ടാൽ ആ വാടകയ്ക്ക് കൊടുത്ത ആൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ ഉടമയും കൂടി ഇനി കേസിൽ പ്രതിയാവുന്നതാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. നമ്മൾ ഒന്നിരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എന്തൊരു വലിയൊരു മണ്ടത്തരമാണ് എന്നുള്ളത്. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് വീടുകളാണ് വാടകയ്ക്കൊന്നും പോവാതെ ഇരിക്കുന്നത്. എസ്പെഷ്യലി NRI ആയിട്ടുള്ള ആൾക്കാർ, ഈ വാടകയ്ക്ക് വരുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നുള്ള പേടി കൊണ്ട് ഒരു വലിയൊരു ശതമാനം വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ബാച്ചിലേഴ്സിനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ബാച്ചിലേഴ്സിന് വേണ്ടി ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അറിയാൻ പറ്റുക ഈ വരുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണോ? അല്ലെങ്കിൽ 24 മണിക്കൂർ അവർക്ക് ഫോണിൽ CCTV നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ അവർ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തവർ എന്താ ചെയ്യുന്നതെന്നുള്ളത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വരുന്ന സമയത്ത് അവർ ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു പേരും പറഞ്ഞ് ആ ഒരു ഓണറിനെതിരെ കേസ് എടുക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ മണ്ടത്തരാണ്, അല്ലെങ്കിൽ എന്തൊരു ഇല്ലോജിക്കലാണല്ലേ. ഈ ഒരു സംഗതി ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഓൾറെഡി ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് സ്വന്തം വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേടി ഇരട്ടിയാവും. അങ്ങനെ ലക്ഷക്കണക്കിന് വീടുകൾ ആർക്ക് വാടകയ്ക്കൊന്നും കൊടുക്കാതെ, എസ്പെഷ്യലി ബാച്ചിലേഴ്സിന് വാടകയ്ക്കൊന്നും കൊടുക്കാതെ ഇനി ആകെ വീടുകൾ വെറുതെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു എക്സൈസ് വകുപ്പിന്റെ വളരെ വലിയൊരു തീരുമാനത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യൻ നിയമങ്ങളെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക.